ഒരാളെയും കടത്തിവിടില്ല. അതുമാത്രമല്ല, ഇതിനോട് ഐക്യദാർഢ്യം അവരും പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത്രമാത്രം അഴിമതിയാണ്. ഇതൊരു അഴിമതിയുടെ ഹബ്ബാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഊഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അഴിമതിനകത്ത് നടന്നിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഇവർ പുലർച്ചെ മുതൽ ഈ പ്രതിഷേധം തുടങ്ങിയതാണ്. ഈ മഴ, കോഴിക്കോട് നല്ല മഴയുമുണ്ട്. ഈ സമയത്താണ് കോർപ്പറേഷൻ ഭരണത്തിനെതിരെ, അതായത് അഴിമതി ഭരണം ആരോപിച്ചാണ് ഇന്ന് ഈ ലീഗ് ഈ കോർപ്പറേഷൻ വളയിൽ സമരം നടത്തുന്നത്. കോർപ്പറേഷന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ പ്രവർത്തകർ, 4 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തി കോർപ്പറേഷൻ വളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. നല്ല മഴയാണ്, അതിനിടയിലാണ്. അതായത് ഇതൊരു ധാർമ്മികമായ പോരാട്ടമാണ്. നൂറ്റാണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPMന്റെ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ജനമധ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ജില്ലാ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സൗത്ത്, നോർത്ത്, അതുപോലെ ബേപ്പൂർ, എലത്തൂർ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളിലെ നമ്മുടെ പ്രവർത്തകന്മാരും ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളുമാണ് ഈ ഉപരോധത്തിൽ പങ്കെടുക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥർ ഇതിലേക്ക് ഇന്ന് കടത്തിവിടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരാളെയും കടത്തിവിടില്ല. അതുമാത്രമല്ല, ഇതിനോട് ഐക്യദാർഢ്യം അവരും പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത്രമാത്രം അഴിമതിയാണ്. ഇതൊരു അഴിമതിയുടെ ഹബ്ബാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഊഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അഴിമതിനകത്ത് നടന്നിട്ടുണ്ട്. ഡ്രെയിനേജ് നിർമ്മാണം, നമ്മളെ ബേബി ആശുപത്രി മുതൽ മാവൂർ റോഡ് നാഷണൽ ഹോസ്പിറ്റൽ വരെയും, അതുപോലെ സ്റ്റേഡിയം തുടങ്ങി നമ്മുടെ കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ, നമ്മുടെ കോർണേഷൻ തിയേറ്ററിൻ്റെ ഭാഗം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അമൃത പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ് പദ്ധതിയും കൂടി ഉൾപ്പെടുത്തി ഏകദേശം 100 കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. മറ്റൊന്ന് 4000 വ്യാജ നമ്പറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ വലിയ ഏറ്റവും വലിയ ഫ്ലാറ്റുകൾ ഉൾപ്പെടെ, അതുപോലെ കെട്ടിടങ്ങളടക്കം വ്യാജ നമ്പറുകളിലൂടെ ഇവിടെ വന്നിട്ടുണ്ട്. CRZ പരിധി ലംഘിച്ചുകൊണ്ട് അനുമതി വരെ നൽകിയിട്ടുണ്ട്. അതിലൂടെ 500 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. 1000 കോടി രൂപയുടെ അഴിമതി ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ഈ അടുത്ത കാലങ്ങളിലായി നടന്നിട്ടുണ്ട്. പാവപ്പെട്ട സ്ത്രീകളെ കുടുംബശ്രീയുടെ ഭാഗമായി ഷീമാളിൽ അവർക്ക് പദ്ധതികൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അവരോട് 5 മുതൽ 50 ലക്ഷം വരെ വാങ്ങി ഒരു പദ്ധതിയും നടപ്പാക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന ഞങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പെരുമഴയത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.